ഹലോ ഓൾ. ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, നിങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെയും ഇത് കാണണം എന്നുള്ളതാണ്. കാരണം CSIR നെറ്റ് എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, എസ്പെഷ്യലി കെമിസ്ട്രി എന്ന സബ്ജക്റ്റിലെ JRFന്റെ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആക്ച്വലി എത്രത്തോളം സെലക്ഷൻസ് ആണ് നടക്കുന്നത് എന്നതിനെ പറ്റി കൃത്യമായ ഡാറ്റ ആക്ച്വലി വെബ്സൈറ്റ്സിൽ അവൈലബിൾ അല്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതെങ്ങനെയാണ് സെലക്ഷൻസ് അറിയാൻ വേണ്ടിയിട്ട് ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ, വിവരാവകാശ നിയമപ്രകാരം ഒരു RTI ഫയൽ ചെയ്യുകയുണ്ടായി. അപ്പോൾ RTIക്ക് കിട്ടിയ റെസ്പോൺസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി വീഡിയോ ചെയ്യുന്നത്. സോ നമ്പേഴ്സ് കുറച്ച് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന നമ്പേഴ്സാണ്. മാത്രമല്ല, ആദ്യം തന്നെ ഡിസ്ക്ലൈമറായിട്ട് പറയട്ടെ, ഒരിക്കലും ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നെറ്റ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ പേടിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. മാത്രമല്ല, മറിച്ച് നിങ്ങൾ എത്രത്തോളം സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള കടമ്പ എങ്ങനെയാണ് എന്നൊരു റിയാലിറ്റി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരിക്കലും പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയെ പേടിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലല്ല വീഡിയോ. അപ്പോൾ ആരും അങ്ങനെ ഇതിനെ കാണരുതെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ഡിസ്ക്ലൈമർ പറയുകയാണ്. ശരിക്കും നമുക്കൊരു യൂഷ്വൽ ഒരു പേഷ്യൻ്റ് ഡോക്ടർ സിനാരിയോ മറ്റൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതൊരു നോർമൽ ഒരു കഥ പോലെ നിങ്ങൾക്ക് കേൾക്കാം. ഒരു രോഗിക്ക് അയാളുടെ രോഗം തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാതെ സ്വയം അത് ഭേദപ്പെടുന്ന പോലെ മാറാവുന്നതാണ്, അല്ലേ? സ്വയം അത് രോഗം ഭേദമാവുന്നതാണ്. എന്നാൽ രോഗം കുറച്ച് ബുദ്ധിമുട്ടേറിയ രോഗമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ പോയി കാണാതിരിക്കാൻ കഴിയില്ല, അല്ലേ? അപ്പോൾ രോഗത്തിൻ്റെ തീവ്രത അനുസരിച്ചാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മുടെ രോഗത്തിൻ്റെ തീവ്രത എത്രയാണെന്ന് മനസ്സിലാക്കണം. എന്നാൽ അതുപോലെയാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പ്രിപ്പറേഷൻ്റെ കേസിൽ. നമ്മൾ പല സിമ്പിൾ എക്സാംസും എഴുതും. ആ സന്ദർഭങ്ങളിൽ നമുക്ക് ഒരുപക്ഷെ സെൽഫ് പ്രിപ്പറേഷൻ സഫീഷ്യൻ്റ് ആയിരിക്കും. എന്നാൽ ബുദ്ധിമുട്ടേറിയ എക്സാംസ് വരുമ്പോഴത്തേക്ക് നമ്മൾ മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്ന് ഒരുപക്ഷെ ഹെൽപ്പുകൾ നേടിക്കൊണ്ടായിരിക്കണം ചിലപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എക്സാമിനേഷൻ എത്ര ഡിഫിക്കൽട്ടാണ് എന്നും എത്രത്തോളം ആളുകളെയാണ് സെലക്ട് ചെയ്യപ്പെടുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി നൽകുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ JRF അവാർഡ്സിൻ്റെ സെലക്ഷൻ റേറ്റ് എത്രത്തോളമാണ്, അതുപോലെ തന്നെ PhD എലിജിബിലിറ്റി ട്രെൻഡ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. സോ ടു സ്റ്റാർട്ട് വിത്ത്, ഫസ്റ്റ് ഓഫ് ഓൾ, എത്ര കുട്ടികളാണ് ശരിക്കും CSIR നെറ്റ് കെമിക്കൽസ് എന്ന സബ്ജക്റ്റിൽ കോമ്പീറ്റ് ചെയ്യുന്നുള്ള ഡാറ്റയാണ്. അപ്പോൾ ആ ഡാറ്റയിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു ഡിക്ലൈൻ കാണാനായിട്ട് കഴിയും. ഓക്കെ, സോ 2024 ട്രെൻഡ് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം 40,000 പേരാണ് പരീക്ഷ എഴുതിയെങ്കിൽ 2025 വരുമ്പോഴത്തേക്ക് നിയർലി 39,000 ആയിട്ടൊരു ചെറിയ കുറവ് വന്നു. ആൻഡ് 2025, 2024 ഡിസംബർ ആൻഡ് 2025 ജൂൺ ഈ സൈക്കിൾസിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മുടെ എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള കുട്ടികളുടെ കൗണ്ട് 33,000 കുറയാണ്. ഞാൻ പറഞ്ഞത് ആപ്ലിക്കൻസിൻ്റെ എണ്ണമല്ല, എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ കൗണ്ടാണ്. അപ്പോൾ ജൂൺ 2023 ഏകദേശം 44,000 സ്റ്റുഡൻസ് എഴുതിയപ്പോൾ 2025 ഡിസംബറിൽ 32,957, റഫ്ലി ഒരു 12,000 സ്റ്റുഡൻസോളം എക്സാമിനേഷൻ എഴുതിയ ആൾക്കാരുടെ എണ്ണം കുറവാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും പോസ്റ്റ് കോവിഡിലെ ഒരു ട്രെൻഡായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. കോവിഡിന് ശേഷം BSc MScയിലേക്ക് എൻറോൾ ചെയ്യപ്പെടുന്ന, സയൻസിലേക്ക് എൻറോൾ ചെയ്യപ്പെടുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞത് കാരണം മാസ്റ്റേഴ്സിലേക്ക് എത്തുന്ന കുട്ടികളുടെ എണ്ണം കുറവായിരിക്കും. അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് എഴുതുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം കുറവായിരിക്കും. എന്ന് കരുതി ഈ നമ്പറിലെ കുറവ് ഒരിക്കലും നമ്മുടെ എക്സാമിനേഷൻ ഡിഫിക്കൽട്ടീനെ ബാധിച്ചിട്ടില്ല. മാത്രമല്ല, അത് സ്റ്റിൽ ഇറ്റ് ഈസ് ബ്രൂട്ടലി കോമ്പറ്റേറ്റീവ്. ഓക്കെ, അപ്പോൾ നമ്മുടെ JRFലേക്കുള്ള കോമ്പറ്റീഷൻ, ഇതാണ് നമ്മൾ ശരിക്കും അഡ്രസ്സ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചൊരു സംഗതി. എന്ന് പറഞ്ഞാൽ എത്ര പേർക്കാണ് JRF നൽകുന്നത് എന്നതിനെ പറ്റി ഒരു പ്രോപ്പർ ഡാറ്റ ഇപ്പോഴും പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ അവിടെയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. 2023 ഡിസംബറിൽ വന്ന സമയത്ത് ഏകദേശം ഈ പറഞ്ഞ പോലെ ഒരു 25% JRF സീറ്റ്സ് വെട്ടിക്കുറച്ചു എന്നൊരു അറിയിപ്പുണ്ടായിരുന്നു. 25% എന്ന് പറഞ്ഞാൽ എത്രയോ നമ്പർ ഉണ്ടായിരുന്നതിൽ നിന്ന് 25% സീറ്റ്സ് കുറച്ചു. അതുമാത്രമല്ല, നമ്മൾ കെമിസ്ട്രിയെ നല്ല രീതിയിൽ ഇമ്പാക്ട് ചെയ്തു. കട്ട് ഓഫിൽ ക്രമാതീതമായിട്ടുള്ളൊരു ഇൻക്രീസ് നമ്മൾ ഒബ്സർവ് ചെയ്തിരുന്നു. 118 എന്നൊരു റെക്കോർഡ് ഹൈ കട്ട് ഓഫിലേക്ക് 2023 ഡിസംബറിൽ പോകാനുണ്ടായ സാഹചര്യം ആ സീറ്റ് വെട്ടിക്കുറച്ചതായിരുന്നു. എന്നാൽ അതിനുശേഷം സീറ്റ് വെട്ടിക്കുറച്ചിട്ടേ ഇല്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളതെങ്കിൽ ആക്ച്വലി അങ്ങനെ അല്ല. RTI ഫയൽ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റെസ്പോൺസ് പ്രകാരം അങ്ങനെ അല്ല. നിങ്ങൾ കാണാൻ പോകുന്ന ഡാറ്റ വളരെ ക്രൂഷ്യലാണ്. 2024 ഡിസംബറിൽ 999 പേർക്കാണ് CSIR പ്ലസ് UGC JRF 1000-ഓളം പേർക്കാണ് 2024 ഡിസംബറിൽ കൊടുത്തതെങ്കിൽ നമ്മൾ ആരും അറിയാതെ 2025 ജൂൺ സെഷനിലായപ്പോഴത്തേക്ക് 642 മാറി. ഒരിക്കലും ചെറിയൊരു ഡിക്ലൈൻ അല്ല. നിയർലി 1/3 ഓഫ് ദ ആപ്ലിക്കൻസിന് അല്ലെങ്കിൽ 1/3 ഓഫ് ദ JRF സീറ്റ്സ് വെട്ടിക്കുറയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, 2025 ഡിസംബറിലേക്ക് വന്നപ്പോഴത്തേക്ക് വലിയൊരു വ്യത്യാസമില്ല. 640 നിന്ന് 720, ഒരു ചെറിയ ഇൻക്രീസ് ഉണ്ടെങ്കിലും കമ്പയർ ടു 999, നിങ്ങൾ മനസ്സിലാക്കണം, ഈ 999 എന്നുള്ളത് ഓൾറെഡി ഒരു 25% കുറച്ചതിന് ശേഷം ഉള്ളതാണ്.
അതിൽ നിന്നും പിന്നെയും ഒരു നിയർലി 30% ഒരു ഹ്യൂജ് ഡിക്ലൈൻ JRFന്റെ സീറ്റ്സിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട വസ്തുത. ഒരുപക്ഷെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത്രയും സീറ്റ്സ് കുറവുള്ള ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് പലപ്പോഴും അറിയാതെ പോകുന്നുണ്ട്. അപ്പോൾ JRFന്റെ സക്സസ് റേറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2024 2.53% JRFന് സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ 2025 ജൂണിലേക്ക് എത്തിയപ്പോഴത്തേക്ക് അത് നിയർലി 2% താഴെയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. 2025 ഡിസംബറിൽ അത് ഏകദേശം ഒരു 2% സ്റ്റിൽ നിങ്ങൾ നമ്പേഴ്സ് നോക്കുക, JRFന്റെ കൗണ്ട് നല്ല രീതിയിൽ അവിടെ ഒരു കുറവ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഏകദേശം 100-ൽ 2 പേർക്കാണ് JRF അവാർഡ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കും ബാക്കി ഒരുപാട് ലെക്ചർഷിപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ലെക്ചർഷിപ്പിന്റെ സിനാരിയോ നോക്കാം. നെറ്റ് ലെക്ചർഷിപ്പിന്റെ സിനാരിയോ എന്താണെന്ന് നോക്കാം. ലെക്ചർഷിപ്പിന്റെ കേസിൽ ഡിസംബർ 2024 882 ലെക്ചർഷിപ്പാണ് അവാർഡ് ചെയ്തതെങ്കിൽ JRFൽ ഉണ്ടായതിന് സമാനമായിട്ടുള്ള ഡിക്ലൈൻ നിയർലി ഒരു 30% ഡിക്ലൈൻ ലെക്ചർഷിപ്പ് അവാർഡെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. 2025 ഡിസംബറിലേക്ക് വരുമ്പോഴത്തേക്ക് വീണ്ടും ലെക്ചർഷിപ്പിൽ കുറെ കൂടെ കുറവുണ്ടായി. ഓക്കെ, JRFന് സ്റ്റിൽ ഒരു ചെറിയ ഇൻക്രീസ് ഉണ്ടെങ്കിലും ലെക്ചർഷിപ്പിന് വീണ്ടും ഒരു ഓൾമോസ്റ്റ് ഈക്വൽ എന്ന് പറയാം, ആ ഒരു മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട രീതിയിലാണ് ലെക്ചർഷിപ്പ് വരുന്നത്. സോ JRF മാത്രമല്ല കട്ട് ചെയ്തിട്ടുള്ളത്, ലെക്ചർഷിപ്പിലും നമ്മൾ പോലും അറിയാതെ ഒരു കുറവ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ലെക്ചർഷിപ്പിന്റെ സെലക്ഷൻ റേറ്റ് 2.24% ആയിരുന്നു. ജൂണിലേക്ക് വന്നപ്പോൾ 1.84 ആയിട്ട് കുറഞ്ഞു. 2025 ഡിസംബറിലും 2% താഴെയാണ് നെറ്റ് ലെക്ചർഷിപ്പിന്റെ സെലക്ഷൻ കെമിക്കൽ സയൻസ് സബ്ജക്റ്റിൽ വരുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ടും കൂടെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 4% ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ ഫണൽ ജസ്റ്റ് നോക്കാം. ഡിസംബർ 2025 എക്സാമിനേഷന്റെ ബേസിസിലാണ് പറയുന്നത്. ഏകദേശം 33,000 സ്റ്റുഡൻസ് അപ്ലൈ ചെയ്തിട്ടുള്ള എക്സാമിനേഷനിലെ കൺവേർഷൻ റേറ്റ് 1.84% ആണ്. അപ്പോൾ അവിടെ ഒരു PhD എലിജിബിലിറ്റി ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് നോക്കാം. എന്നാൽ JRFും അതുപോലെ തന്നെ നെറ്റ് ലെക്ചർഷിപ്പും നമുക്ക് നോക്കിയാൽ ഗ്രാഫിൽ തന്നെ അത് കാണാൻ കഴിയും. ഒരു വളരെ ചെറിയ പെർസെൻറ്റേജ് മാത്രമാണ് ഫൈനൽ സെലക്ഷൻ സാധ്യമാവുന്നത്. ഓക്കെ, സോ JRF നെറ്റും കൂടെ 4% ആണ് സെലക്ഷൻ നമ്മളോട് ഒബ്സർവ് ചെയ്യുന്നത്. 2024 നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ടോട്ടൽ 999 + 882. എന്നാൽ 2025 ജൂണിലേക്ക് വരുമ്പോഴത്തേക്കും 2025 ഡിസംബറിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഡാറ്റയ്ക്ക് വ്യത്യാസം വരുന്നുണ്ട്. സോ കമ്പൈൻഡ് ആയിട്ട് ഡിസംബർ 2024 4.77% എന്നുവെച്ചാൽ ഔട്ട് ഓഫ് 100 നിയർലി 4 to 5 സ്റ്റുഡൻസിന് നെറ്റ് അല്ലെങ്കിൽ JRF കിട്ടുമായിരുന്നെങ്കിൽ 2025 ജൂണിലേക്ക് വന്നപ്പോഴത്തേക്ക് അത് 3.79 കുറഞ്ഞു. 25 ഡിസംബറിൽ 4.03. അപ്പോൾ ആ പേഴ്സണിനേക്കാൾ ഉപരി ആ നമ്പർ നോക്കുക, 1881 പേർക്ക് ഡിസംബർ 2024 കിട്ടിയെടുത്ത് 1327 പേരൊക്കെ ഉള്ളൂ. കാരണം ചെറിയ നമ്പറാണ് ഓൾറെഡി ഓൾ ഓവർ ഇന്ത്യ. അതിൽ വീണ്ടും ഒരു 500 സ്റ്റുഡൻസിന്റെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കുറവ് തന്നെയാണ്. ഓക്കെ, ആൻഡ് PhD എലിജിബിലിറ്റി. അപ്പോൾ 2024 കൂടെയാണ് PhD എലിജിബിലിറ്റി എന്നൊരു ക്രൈറ്റീരിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് JRFും നെറ്റും കിട്ടാത്ത കുട്ടികൾ മറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ അല്ലെങ്കിൽ മറ്റ് യൂണിവേഴ്സിറ്റീസിൽ PhD ചെയ്യുവാൻ വേണ്ടി ഓരോ എക്സാമിനേഷൻസ് സെപ്പറേറ്റ് എഴുതേണ്ടതില്ല. ഫോർ എക്സാമ്പിൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെപ്പറേറ്റ് എക്സാം, കേരള യൂണിവേഴ്സിറ്റി സെപ്പറേറ്റ്, അല്ലെങ്കിൽ AMU സെപ്പറേറ്റ് എക്സാംസ് എഴുതാതെ ഒരൊറ്റ പരീക്ഷ CSIR നെറ്റ് എക്സാമിനേഷൻ, അതിന്റെ 3ാമത്തെ കാറ്റഗറി ക്വാളിഫൈഡ് ആണെങ്കിൽ ആ ക്വാളിഫിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് PhD എഴുതാം എന്നുള്ളൊരു രീതിയിൽ വന്ന ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ PhD എലിജിബിലിറ്റി. അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ആ RTI ഫയൽ ചെയ്തപ്പോൾ കിട്ടിയ റെസ്പോൺസിനകത്ത് കിട്ടിയ ഇതും ഒരു ഷോക്കിംഗ് റെസ്പോൺസ് തന്നെയായിരുന്നു. എന്തെന്നാൽ 2024 ഡിസംബറിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആദ്യ സമയങ്ങളിൽ 3740 സ്റ്റുഡൻസിനാണ് റഫ്ലി PhD ഓൺലി കാറ്റഗറി ക്വാളിഫിക്കേഷൻ വന്നത്. സോ ഒബ്വിയസ്ലി നമ്മൾ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്തിട്ട് ജൂൺ 2025 ഡിസംബർ 2025 അതാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതല്ല സംഭവിച്ചത്. 3740 സ്റ്റുഡൻസിന് ആദ്യം കിട്ടിയ സമയത്ത് PhD എലിജിബിലിറ്റി ക്രൈറ്റീരിയ കിട്ടിയെങ്കിൽ അഥവാ തേർഡ് കട്ട് ഓഫ് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയെങ്കിൽ സഡൻ ഒരൊറ്റ സ്ലാഷാണ് 2025 ജൂണിൽ വന്നപ്പോഴത്തേക്ക് റഫ്ലി 56%ഓളം കുറച്ചു. പകുതി ആൾക്കാർക്ക് പോലും ഇല്ല, 1620 കുറഞ്ഞു. 2025 ഡിസംബർ എത്തുമ്പോൾ വീണ്ടും കുറയാണ്, 1380 കുറയാണ്. ഓൾ ടുഗദർ ഒരു 1 ഇയർ ഗ്യാപ്പ് കൊണ്ട് 63% ഡിക്ലൈൻ ആണ് നിങ്ങൾ PhD കട്ട് ഓഫിന്റെ എലിജിബിലിറ്റിയിലും കാണുന്നത്. എന്ന് വെച്ചാൽ കുട്ടികൾ കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ചുള്ള ഒരു ക്വാളിഫിക്കേഷൻ നമ്പർ PhD കട്ട് ഓഫിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ PhD ക്രൈറ്റീരിയ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആദ്യ കൊല്ലങ്ങൾ ഉണ്ടായിരുന്ന അത്രയും ക്വാളിഫിക്കേഷൻ പിന്നീടുള്ള സൈക്കിൾസിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യമാണ്. പക്ഷേ ഈ 63% ഒരു കുറവ്, ഇത്രയും ഒരു മാഗ്നിറ്റ്യൂഡ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നതല്ല. അപ്പോൾ കറക്റ്റ് നമ്പർ സംസാരിക്കുന്നത് അത് തന്നെയാണ്. സോ വിത്തിൻ 1 ഇയർ നിയർലി 1/3 ആയിട്ട് PhD ക്വാളിഫയേഴ്സ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു ഷോക്കിംഗ് ഡാറ്റ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ നമ്പേഴ്സ് കൊണ്ട് എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? ഇത് ഒരിക്കലും ഞാൻ ആദ്യം പറഞ്ഞു, ആരെയും പേടിപ്പെടുത്താൻ വേണ്ടി പറയുന്ന നമ്പേഴ്സ് അല്ല ഇതൊന്നും.
നമ്പർ 1, നിങ്ങൾ JRFന് എയിം ചെയ്യുമ്പോൾ ജസ്റ്റ് ക്വാളിഫിക്കേഷൻ നിങ്ങൾ വിചാരിക്കരുത്. JRF തന്നെ ടാർഗറ്റ് ചെയ്യുക, ടോപ്പ് 2% പോകാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. ഇവിടെ എനിക്ക് പറയാനുള്ള ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കാര്യം, JRF എന്നുള്ളത് ഒരു വലിയ ലക്ഷ്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി സീരിയസ് ആയിട്ട് പഠിക്കുക തന്നെ ചെയ്യണം. പക്ഷെ JRF മാത്രം കിട്ടിയാൽ, അല്ലെങ്കിൽ JRF കിട്ടിയാൽ മാത്രമേ ഞാൻ സാറ്റിസ്ഫൈഡ് ആകൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ചെറിയൊരു ചേഞ്ച് വരുത്തണം. കാരണം ഇപ്പോൾ ഇന്ത്യയിലെ പ്രീമിയർ IITs ഉൾപ്പെടെ JRF അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നെറ്റ് ലെക്ചർഷിപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഈവൻ PhD ഉള്ള കട്ട് ഓഫ് അക്സെപ്റ്റ് ചെയ്യുന്ന IITs ഉണ്ട്, ഗേറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന IITs ഉണ്ട്. ഓക്കെ, എല്ലാ IITസും ഗേറ്റ് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ റിസർച്ച് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ എക്സാമിനേഷൻസ് ഏതെങ്കിലും ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ പ്രൈമറി ലക്ഷ്യമായിട്ട് വരേണ്ടുന്നത്. ആൻഡ് വൺസ് അതിൽ ഏതെങ്കിലും ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ കീപ് അപ്ലൈ, മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്ക്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്കും അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ, നിങ്ങളുടെ ഇന്റർവ്യൂ നല്ലതുപോലെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്യും. ആൻഡ് ഇറ്റ് ഡസൻറ്റ് മാറ്റർ നിങ്ങൾ ഏത് ക്വാളിഫിക്കേഷനാണ് നേടുന്നതെങ്കിലും UGC പറയുന്ന നിയമപ്രകാരമുള്ള JRF ആൻഡ് SRF ഫെലോഷിപ്പോട് കൂടി നിങ്ങൾക്ക് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റീസിന് PhD ചെയ്യാവുന്നതാണ്. അവിടെ യാതൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അതാണ് ഫസ്റ്റ് നിങ്ങളോട് പറയാനുള്ളത്. ആൻഡ് സെക്കൻഡ് തിങ്, രണ്ടാമതായിട്ട് പറയാനുള്ള കാര്യം, ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു 6 മന്ത് പ്രിപ്പയർ ചെയ്തപ്പോൾ കിട്ടിയില്ല എന്നത് കാരണം കംപ്ലീറ്റ് പ്ലാനും ഡ്രോപ്പ് ചെയ്ത് മറ്റ് ഫീൽഡിലേക്ക് തിരിഞ്ഞു പോകുന്നൊരു പ്രവണതയുണ്ട്. അത് നമ്മൾ മാറ്റണം. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രയും വലിയൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയും ചെറിയ നാരോ സെലക്ഷൻ ആയിട്ടുള്ള എക്സാമിനേഷൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ 6 മാസം കൊണ്ട് ആ ടോപ്പ് സ്റ്റുഡൻസിന് കിട്ടുമ്പോൾ, ഓക്കെ 6 മന്ത്സ് കൂടുമ്പോഴാണല്ലോ പരീക്ഷ നടക്കുക, അതിൽ ആ ടോപ്പ് സ്റ്റുഡൻസിന് കിട്ടുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതിൽ ജസ്റ്റ് 1-2 റാങ്ക് താഴെയാണെങ്കിലും ചിലപ്പോൾ നമുക്ക് കിട്ടാതെ വരാം. പക്ഷെ അതൊരിക്കലും നമ്മൾ മോശമാണെന്ന് മീൻ ചെയ്യുന്നില്ല. മേ ബി നമ്മളൊരു അറ്റംപ്റ്റോടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു 1 ഇയർ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ആർക്കും മടി വിചാരിക്കരുത്. ആർക്കും എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സമയം പോയി എന്നൊരു തോന്നലുണ്ടാവരുത്. ഈ വീഡിയോ കാണുന്ന എല്ലാ ആസ്പിറൻസിനോടുമുള്ള എൻ്റെ ഒരു അഡ്വൈസ് ആണ്, 6 മന്ത്സിൽ കിട്ടിയില്ലെങ്കിൽ ഉടനെ പ്ലാൻ ഡ്രോപ്പ് ചെയ്ത് മറ്റ് കോഴ്സസിലേക്ക് തിരിഞ്ഞു പോവുക, ഡിപ്ലോമ കോഴ്സസ് നോക്കുക. ആ ഒരു പ്രവണത മാറ്റി വെച്ച് 6 മന്ത്സിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത 6 മന്ത്സ് കൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യാം. കാരണം ഇപ്പോൾ ഒരാൾ ജനുവരിയിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് ജൂണിൽ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അയാൾ ജൂൺ ടു ഡിസംബർ പ്രിപ്പയർ ചെയ്യുന്നതിൽ യാതൊരു മടിയും വിചാരിക്കരുത്. കാരണം ജൂൺ ടു ഡിസംബർ പ്രിപ്പയർ ചെയ്യുന്നതിനിടയിൽ വീണ്ടും ഒരുപാട് പരീക്ഷകൾ വരാനുണ്ട്. ഡിസംബറിൽ TFR വരും, ഡിസംബറിൽ തന്നെ നെറ്റ് എക്സാമിനേഷൻ വരും. പ്രോബബ്ലി അത് ചെറിയൊരു ചേഞ്ചസ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലെങ്കിൽ ഡിസംബറിൽ തന്നെ നെറ്റ് എക്സാമിനേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ ഗേറ്റ് എക്സാമിനേഷൻ ഉണ്ടാവും, മാർച്ചിൽ ബാർക്ക് എക്സാമിനേഷൻ ഉണ്ടാവും. സോ ജനുവരി ടു ജൂൺ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരാൾ ഒരു 6 മന്ത്സ് കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു എന്നത് കാരണം അയാൾക്ക് യാതൊരു നഷ്ടവും വരാനില്ല, മറിച്ച് കുറച്ച് കൂടുതൽ അവസരങ്ങൾ അവിടെ ഉണ്ടാവുന്നു മാത്രം. ഇനി രണ്ടാമത്തെ സൈക്കിളിൽ നമ്മൾ നല്ലതുപോലെ ഈ ഒരു 1 ഇയർ കൃത്യമായ ഗൈഡൻസിൽ, ഒരു കൃത്യമായ പഠനാന്തരീക്ഷത്തിൽ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഇയർ ഈസ് ലൈക്ക് അബ്സല്യൂട്ട്ലി സഫിഷ്യൻറ്റ് ഫോർ യു ടു ക്ലിയർ ദ എക്സാമിനേഷൻ. പക്ഷെ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോവുകയോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളാൽ ബ്രേക്ക് വരികയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു അറ്റംപ്റ്റ് കൂടെ വേണ്ടി വന്നേക്കും. അപ്പോൾ 3 ഒക്കെയാണ് നമുക്ക് ഒരു മാക്സിമം അറ്റംപ്റ്റ്, അല്ലെങ്കിൽ ഹോപ്പ്ഫുള്ളി ഒരു പ്രതീക്ഷയോട് കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 3 അറ്റംപ്റ്റുകൾ. അപ്പോൾ 3-നകത്തും കിട്ടുന്നില്ലെങ്കിൽ അതിനർത്ഥം ദർ ഇസ് സംതിങ് വെരി റോങ് ദാറ്റ് യു ആർ ഡൂയിങ് ഇൻ യു പ്രിപ്പറേഷൻ. കാരണം കൃത്യമായിട്ട് ഒരാൾ 2 അറ്റംപ്റ്റിൽ തന്നെ മാക്സിമം കിട്ടിപ്പോകേണ്ടതാണ്. ബട്ട് ദ വേഴ്സ്റ്റ് കേസ് നമ്മൾ 3 അറ്റംപ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കിട്ടുന്നില്ലെങ്കിൽ സംതിങ് വെരി സീരിയസ് ഈസ് റോങ് വിത്ത് പ്രിപ്പറേഷൻ. ഒരുപക്ഷെ പഠിക്കുന്ന രീതി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് കൃത്യമായി മനസ്സിലാക്കുന്നതിന് പാകപ്പിഴവായിരിക്കാം, അങ്ങനത്തെ മിസ്റ്റേക്സ് കൊണ്ടായിരിക്കും കിട്ടാതായി പോകുന്നത്. സോ കണ്ടൻസിങ് എവറിത്തിങ്, ഒറ്റ അറ്റംപ്റ്റിൽ JRF കിട്ടിയില്ല എന്നത് കാരണം ആരും മനസ്സ് തളർന്നു പോകരുത്. വീണ്ടും കിട്ടാത്ത ഒരാൾക്ക് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉറപ്പായിട്ടും ഉണ്ടാവേണ്ടതാണ്. അതുപോലെ തന്നെ JRF മാത്രമല്ല റിസർച്ച് ചെയ്യാൻ നിങ്ങളുടെ മുന്നിലുള്ള അവസരം. JRF കിട്ടാത്തവർക്ക് നെറ്റ് ലെക്ചർഷിപ്പോ PhD ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പ്രീമിയർ യൂണിവേഴ്സിറ്റീസ് IITs ആൻഡ് IISൽ നിങ്ങൾക്ക് PhDക്ക് ഇത് സെയിം ഫെലോഷിപ്പ് എൻറോൾ ചെയ്യാവുന്നതാണ്. ആ അവസരം ആരും മറന്നു പോകരുത്. ഓക്കെ, ആൻഡ് അടുത്തായി പറയുന്ന കാര്യം, സെലക്ടിവിറ്റി കൂടുകയാണ് ഓരോ സൈക്കിൾ കഴിയുന്നതോറും. നമ്മൾ കണ്ടതാണ് കട്ട് ഓഫിലെ വേരിയേഷനും അതുപോലെ തന്നെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഗെറ്റിംഗ് സെലക്ടഡ്, ആ ഒരു ഡാറ്റ നമ്മൾ കണ്ടതാണ്. സോ വി ഹാവ് ടു ബി പ്രിപ്പയർഡ് ആൻഡ് മാർജിൻ നല്ലതുപോലെ മാറ്റർ ചെയ്യും. ചിലപ്പോൾ 2 മാർക്കോ 1/2 മാർക്കോ 1 മാർക്കോ ഒക്കെ ആയിരിക്കാം നമ്മളെ ഒരു സെലക്ഷൻ ഇല്ലാത്തടത്ത് നിന്ന് PhD സെലക്ഷനിലേക്ക് മാറ്റുന്നത്, അല്ലെങ്കിൽ PhD നിന്ന് ലെക്ചർഷിപ്പിലേക്ക് മാറ്റുന്നതും ലെക്ചർഷിപ്പിൽ നിന്ന് JRFിലേക്കൊക്കെ മാറ്റുന്നത് ചെറിയ ചെറിയ മാർജിൻസ് ആയിരിക്കും. സോ ഒരു അറിവും ചെറുതല്ല. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനിടയിൽ പറയുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വളരെ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇത്രയും ഡാറ്റ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തത് ഈ ജൂണിലെ പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ ഡിസംബറിലെ പരീക്ഷയ്ക്കോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുമ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. കാരണം ഇങ്ങനെ ഒരു എക്സാമിനേഷനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നത് മനസ്സിലാക്കുക. ഞാൻ ആദ്യം പറഞ്ഞ കഥയിലേക്ക് തിരിച്ചു പോവാണ്. രോഗത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അവിടെ ചികിത്സ എത്രത്തോളം നന്നായിട്ട് ചെയ്യണമെന്ന് നമുക്കൊരു റിയലൈസേഷൻ ഉണ്ടാകുന്നത്.
അതുപോലെ ഒരു ഇൻഫർമേഷൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ എക്സാമിനേഷനിൽ ഉണ്ടാകുന്ന ഒരു പാറ്റേൺ വേരിയേഷൻ. ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് സ്പീക്സ് ദ ഡിഫിക്കൽട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്, അത്ര മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ അതിനുശേഷം എത്ര ആൾക്കാർ സെലക്ട് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വീണ്ടും അതിൻ്റെ ഡിഫിക്കൽട്ടി ബാറുകൾ മാറിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ JRF എക്സാമിനേഷൻ ഓൾ ഇന്ത്യ ലെവൽ ഒരാളെ എടുക്കുള്ളൂ എന്നുണ്ടെങ്കിൽ പരീക്ഷ പേപ്പർ എത്ര എളുപ്പമാണെന്ന് പറഞ്ഞാലും കിട്ടണമെന്ന് കാര്യമില്ല അല്ലേ? കാരണം ഫുൾ ശരിയാക്കിയ ഒരാളുണ്ടെങ്കിൽ അയാൾ എനിക്ക് എടുക്കുന്നുണ്ടാവുക. നമ്മൾ 99 ശരിയാക്കിയാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഡാറ്റ കൂടെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് വേണം കാര്യങ്ങളെ അനലൈസ് ചെയ്യാനായിട്ട്. അപ്പോഴേ ആ പിക്ചർ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രോപ്പർ ഡാറ്റ കിട്ടില്ല. മറിച്ച് ഈ ഒരു സെലക്ഷൻ ഡാറ്റ കൂടെ വരുമ്പോഴത്തേക്കാണ് പിക്ചർ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ അല്ലേ? സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ പറയുന്ന എക്സാമിനേഷൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ ഓൾറെഡി ഞാൻ എക്സാമിനേഷൻ ഡിഫിക്കൽട്ടി കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എക്സാമിനേഷൻസ് എല്ലാം ഏറ്റവും മികച്ച രീതിയിൽ ട്രെയിനിങ് നൽകി വരുന്നതാണ്. കഴിഞ്ഞ എക്സാംസിന് നെറ്റ് JRF, അതുപോലെ തന്നെ നെറ്റ് JRF, TFR, ദെൻ ഗേറ്റ് എക്സാമിനേഷൻസിനൊക്കെ നാഷണൽ ലെവലിലെ ടോപ്പ് റാങ്ക്സും അതുപോലെ തന്നെ കേരള ലെവലിലെ നമ്പർ 1 റാങ്കുകളും കഴിഞ്ഞ കുറച്ച് ഇയേഴ്സായിട്ട് ജാം ഉൾപ്പെടെ എല്ലാ എക്സാംസിനും കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികളെ നേടാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബെൻസിൽ ലേണിംഗ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കണ്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ നെറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിലേക്ക് കൂടെ ഷെയർ ചെയ്യാം. അതിനോടൊപ്പം ഈ വീഡിയോയിൽ നിന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഈ ഒരു കട്ട് ഓഫിലെ സെലക്ഷനിലെ കൗണ്ടിലെ കുറവിനെ പറ്റി നിങ്ങളുടെ വ്യൂ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമന്റ് സെക്ഷൻ രേഖപ്പെടുത്താവുന്നതാണ്. സോ എല്ലാവർക്കും എക്സാമിനേഷൻ ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റുമെന്ന് ആശംസിക്കുന്നു. സോ കീപ് ലേണിംഗ്. ഓൾ ദി ബെസ്റ്റ്.